ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വെള്ളയപ്പം റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ ഒരു വെള്ളയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് അളവിൽ പച്ചരി ഒരു 6 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം ഒന്ന് കഴുകി നമുക്കൊന്ന് വാരിയെടുക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഞാൻ കുറേശ്ശെയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ലൂസായിട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇച്ചിരി ഒരു തിക്നെസ് ഉണ്ടായിരിക്കണേ. നമുക്ക് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ ഒരു സെക്ഷൻ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത സെക്ഷന് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള അരിയോട് ഞാൻ ഇതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ അതും കൂടെ അരച്ചെടുത്ത് എൻ്റെ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരമുറി തേങ്ങയെ ചിരകിയതോടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം തേങ്ങ ചേർക്കുന്ന ഇഷ്ടമാണോ അത്രയും തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ എത്രമാത്രം കൂട്ടിയിട്ട് കൊടുത്താലുവേ. ഇതാ തേങ്ങയെല്ലാം ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ബൗൾ അളവിൽ കുത്തരി ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെള്ളയരിയുടെ ചോറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ തയ്യാറാക്കുന്ന വെള്ളയപ്പത്തിന് നല്ല ഒരു മയം കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചോറൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഈസ്റ്റൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് അരയ്ക്കുന്നത്. ഉപ്പെല്ലാം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കും. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിത് കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ വെള്ളയപ്പത്തിന് നല്ലൊരു ടേസ്റ്റും മണവും കൂടെ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് അരി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് എല്ലാം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തവി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ലതായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ദോശമാവിനേക്കാളും കുറച്ചുകൂടെ കട്ടി വേണം നമ്മുടെ ഈ വെള്ളയപ്പത്തിൻ്റെ മാവിരിക്കാൻ. ഇനി നമുക്കിതൊരു ഓവർ നൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് ഇത് പൊങ്ങി വരണം. അത്രയും സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതാ കണ്ടോ, ഒരു ഫുൾ നൈറ്റ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്കിനി നമ്മുടെ വെള്ളയപ്പം റെഡിയാക്കി എടുക്കാം. ഒത്തിരി ഇട്ട് ഇങ്ങനെ ഇളക്കി എടുക്കാനായിട്ട് ശ്രമിക്കല്ലേ. ഇതിനകത്തെ ആ ബൗളുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി നമുക്ക് വെള്ളയപ്പം തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാന് ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ വെള്ളയപ്പത്തിൻ്റെ ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് പരത്തി എടുക്കണ്ട കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ മണ്ടയിൽ നല്ലതായിട്ട് കുമിളകൾ ഇതുപോലെ വന്നിങ്ങനെ പൊട്ടിപ്പോകും. നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ വെള്ളയപ്പം നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു ഭാഗം കുക്കായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. അടുത്തത് നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. നല്ലൊരു അടിപൊളി സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണേ. നമ്മുടെ വെള്ളയപ്പം എല്ലാം ഇവിടെ നിന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മുട്ടക്കറിയുടെ കൂടെയോ ചിക്കൻ്റെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്